MD എൽഡേഴ്സ് മീഡിയയിലേക്ക്. പ്രിയരെ, ശ്രീ മാർട്ടിൻ കല്ലിങ്കൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലർ പദവി അലങ്കരിക്കുന്നു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇടയ്ക്കിടെ അദ്ദേഹം ചില വിവരം കെട്ട വാറോലകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മുൻപൊരിക്കൽ ഇതുപോലെ ഒരെണ്ണം പ്രസിദ്ധീകരിച്ചതിന് വ്യക്തവും വസ്തുനിഷ്ഠമായ ഭാഷയിൽ സഭ്യസുന്ദര ശുദ്ധ മലയാളത്തിൽ മറുപടിയും നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നലെ ഇതാ വീണ്ടും അടുത്ത ഒരു ലിഖിതവുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോപണം വിശ്വാസികൾ അരമന കാര്യാലയം അതിക്രമിച്ച് കടന്നിരിക്കുന്നു. ആദ്യമേ തന്നെ അതിക്രമിച്ച് കടക്കുക എന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയൊരു സംഭവം നടക്കണമെങ്കിൽ അവിടുത്തെ പ്രവേശന കവാടത്തിൻ്റെ പൂട്ട് പൊളിച്ച് ഞങ്ങൾ അകത്ത് കയറണം. അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അല്ലാത്ത പക്ഷം മതിൽ ചാടിക്കടക്കണം. അതും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ അല്പനേരം അവിടെ നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ വാതായനം തുറന്നു വന്നു. ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. വിശ്വാസികളാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വിഭൂതി അഭിഷേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ ലഭ്യമാകാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ആസ്ഥാന കാര്യാലയത്തിലെത്തി. അവിടെ എന്തായാലും അവിടെ ബലിയർപ്പണം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ഒരു സ്വകാര്യ ചാപ്പലാണെന്ന് അദ്ദേഹം പറയുന്നു. അതെങ്ങനെയാണ് സ്വകാര്യ ചാപ്പലാവുക? സ്വകാര്യ ചാപ്പലുള്ളത് സന്യാസാശ്രമങ്ങളുടെ ആവൃത്തിക്കുള്ളിലുള്ളതാണ്. ഇത് ഞങ്ങൾ പണം കൊടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാര്യാലയത്തിൽ ഞങ്ങൾക്ക് പ്രവേശന അനുവാദമുള്ള ഒരു ആരാധനാലയത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. യെശയ്യായുടെ പ്രവചനകരം 56:7 പറയുന്നത് എൻ്റെ ഭവനം സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് തന്നെയാണ്. ഞങ്ങൾ അവിടെ എത്തിയത് അവിടുത്തെ അധികാരികളെ കണ്ട് ഞങ്ങൾക്ക് ഇത്തരമൊരു അഭിഷേകവും അതനുസരിച്ച് സഭാത്മക വിശ്വാസ ബോധ്യത്തിൽ സഭാ നിയമപ്രകാരമുള്ള ഒരു ബലി അർപ്പിച്ച് സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ്. ഞങ്ങളവിടെ ആരെയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല, ആരെയും ഭീഷണിപ്പെടുത്തില്ല. അഭ്യർത്ഥനയ്ക്ക് ചെന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ പുത്തൂര് പിതാവ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കരുതുന്നു. കാരണം അദ്ദേഹം പുറത്തേക്ക് വന്ന് കണ്ടില്ല. ഉണ്ടായിരുന്ന പെരുമായൻ അച്ഛനും പിന്നെ അവിടെയുള്ള വേറെ ഒരു പ്രൊക്കറേറ്റർ അച്ഛൻ, മാടശ്ശേരിയോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അവരവിടെ ഉണ്ടായിരുന്നു. അവിടെ ചാപ്പലിൽ ഞങ്ങൾ കയറി. അവരൊരു പ്രതിസന്ധിയോ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തന്നെ ഞങ്ങൾക്ക് ബലിയർപ്പിച്ചു തരികയും ഞങ്ങൾക്ക് വിഭൂതി വ്യഞ്ചരിച്ച് ഞങ്ങളുടെ നെറ്റിയിൽ കുരിശ് ചാർത്തി തരികയും ചെയ്തു. വളരെ വലിയ ഒരു അനുഗ്രഹമായി അത്. 2 വർഷങ്ങളായി സ്വന്തം ഇടവകയിലോ രൂപതയിലോ നൈയാമികമായ സാധുവായ ഒരു ബലിയർപ്പണം നടത്താൻ പറ്റാത്തതിൻ്റെ വേദനയിൽ കഴിഞ്ഞ വിശ്വാസികൾക്ക് അത് ആശ്വാസമായി മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട വികാരി ജനറാളിന് നന്ദി അർപ്പിക്കുകയും ചെയ്യും. അത് സാമാന്യ മര്യാദയുടെ ലക്ഷണമാണ്. ഞങ്ങളവരെ ആരെയും ആക്രമിച്ചിട്ടില്ല, ആരുടെയും കാലുതല്ലി ഒടിക്കും എന്ന് പറഞ്ഞിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുമില്ല. കാരണം വിശ്വാസികൾക്ക് അത് ചെയ്യാൻ പാടില്ല. വിശ്വാസികളല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ആകാം. അത് നമ്മൾ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകൾ തീരുമാനം എടുക്കട്ടെ. എന്തായാലും ഒരു കാര്യമുണ്ട്. മാർട്ടിൻ ആശാനോട് ഒരു അഭ്യർത്ഥന, ഇത്തരം വിവരക്കേടുകൾ പ്രസിദ്ധീകരിക്കരുത്. കാരണം ഞങ്ങളാരും ഒരിടത്ത് അതിക്രമിച്ച് കടന്നിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ അതിനെ നടപടി, അവിടെ CCTV ക്യാമറകളൊക്കെ ഉള്ളതല്ലേ, പരിശോധിക്കാവുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ ആവശ്യവുമായി ഞങ്ങളുടെ പിതാവിൻ്റെ ആലയത്തിൽ എത്തിയിരിക്കുന്നു. അത് ഞങ്ങളുടെ അവകാശമാണ്, മക്കളുടെ സ്വാതന്ത്ര്യമാണ്. ഇനി അത് നിഷേധിക്കുന്നെങ്കിൽ അദ്ദേഹം പിതൃസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പുത്തൂർ ചെയ്തു തരേണ്ടിയിരുന്ന ഒരു കാര്യം പെരുമായൻ അച്ഛൻ ചെയ്തു തന്നിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ ഇപ്പോഴിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ സ്വമേധയാ സ്ഥാനം ഒഴിഞ്ഞു പോയിട്ട് പെരുമായൻ അച്ഛനെ മെത്രാനാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാത്രവുമല്ല, ആ ക്യൂരിയയിലുള്ള മാർട്ടിനടക്കമുള്ള ആളുകളെ മുഴുവൻ മാറ്റണം. കാരണം വിവരക്കേട് അനുസൂതം എഴുന്നള്ളിക്കുന്നവർ ഇത്തരം സ്ഥാനത്തിരിക്കുന്നത് സഭയുടെ അന്തസ്സിന് യോജിച്ചതല്ല എന്ന കാര്യം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.